ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഫയല് നഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ ഈ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോവാതിരിക്കില്ല. കാരണം അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ എന്റെ കൈവശമുണ്ടായിരുന്നു. മോനെ പ്രസാദം. ശാരദാമ്മ ഏതൊക്കെയോ ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിപ്പിച്ചിട്ടുള്ള വരവാന്ന് തോന്നുന്നു. വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. മകളെ സത്യവിടെ ശാരദമ്മയുടെ ടാറ്റ പറ, സ്കൂളിൽ പോണ്ടേ. അച്ഛമ്മേ ടാറ്റ. വാ പോയിട്ട് വാ. സത്യമ്മേ പോയിട്ട് ടാറ്റ. പോയിട്ട് വാ. നിങ്ങൾ പോയിട്ട് വാ. ശാരദമ്മേ, ഞാൻ ഈ രണ്ടെണ്ണത്തിന് സ്കൂളിലാക്കിട്ട് വരാം, സമയമില്ല. ശരി മോനെ. മാഡം എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾക്ക് ഒട്ടും വ്യക്തത വരുന്നില്ല. അതൊന്ന് ചോദിച്ചറിയണോന്ന് തോന്നി. എന്നെ ഏൽപ്പിച്ച ജോലികളെല്ലാം ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട് മാഡം. മാഡത്തിന്റെ കുറവ് അറിയിക്കാതെ കാര്യങ്ങൾ ഭംഗിയാക്കി എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഏൽപ്പിച്ച ജോലിയേക്കാൾ കൂടുതൽ ജോലി ജോൺ എബ്രഹാം എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ കൂടി തന്നെയാണ് ഞാൻ വിളിപ്പിച്ചത്. താങ്ക്സ്. മാഡത്തിനെ പോലെ ഒരാളിങ്ങനെ പറയുമ്പോ അത് സന്തോഷം തരുന്ന കാര്യ. ഈ മാണിക്കോത്ത് മഹേന്ദ്രൻ എന്ന ആളുമായി ജോണിന് തരക്കേടില്ലാത്തൊരു ബന്ധമുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിയല്ലേ? അറിയാം. അറിയാമെന്ന് മാത്രമല്ല, മാണിക്കോത്ത് ഓഫീസിൽ ജോൺ കൂടെ കൂടെ പോകാറുമുണ്ട്. മാഡം, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ജോലിയുമായി കൂട്ടിക്കുഴയ്ക്കാറില്ല. പക്ഷെ എനിക്ക് ആ ബന്ധത്തെക്കുറിച്ച് അറിയേണ്ട ആവശ്യമുണ്ടിപ്പോ. കാരണം മഹേന്ദ്രനും അയാളുടെ മകൻ ശിവനുമെതിരെ ഞാൻ കണ്ടെത്തിയ ചില വിവരങ്ങൾ അടങ്ങിയ ഫയല് ഇപ്പൊ മിസ്സിംഗ് ആണ്. അത് ഞാൻ ഇവിടെ എന്റെ ഓഫീസിൽ വെച്ചിരുന്നതാണ്. ജോലിയോട് ഒരുപാട് ആത്മാർത്ഥത കാണിക്കുന്ന ജോൺ എന്റെ കുറവ് അറിയിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ എവിടെയെങ്കിലും ആ ഫയൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ എന്നറിയാനാ ഞാൻ വിളിപ്പിച്ചത്. എന്താ ജോൺ, ആ ഫയൽ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു ഫയൽ ഉണ്ടായിരുന്നോ? മാഡം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. മാത്രമല്ല, അത്രയും പ്രാധാന്യമുള്ള ഫയലൊക്കെ അടച്ചുറപ്പുള്ള സ്ഥലത്തല്ലേ വെക്കണ്ടേ? അടച്ചുറപ്പുള്ള സ്ഥലത്ത് നിന്ന് എടുക്കാൻ അധികാരമുള്ളവർ എടുത്തിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മാഡം എന്നെയാണോ സംശയിക്കുന്നത്? ഇല്ല മാഡം, ഞാനങ്ങനെ ചെയ്യോ? ഓ, അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടായിരിക്കും മാഡം മാണിക്കോത്ത് മഹേന്ദ്രനുമായി സൗഹൃദം ഉണ്ടെന്നൊക്കെ ചോദിച്ചതല്ലേ? കഷ്ടം. എന്നെ പോലെ ജോലിയുടെ ആത്മാർത്ഥതയും കൂറുള്ള ഒരാളെ മാഡം സംശയിച്ചുവല്ലോ. സങ്കടമുണ്ട് മാഡം, വലിയ സങ്കടമുണ്ട്. ആ ഫയൽ എടുത്ത് ജോൺ മഹേന്ദ്രന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും സങ്കടം ഉണ്ടാവും. അതൊരു വലിയ സങ്കടത്തിലേക്ക് പോവാതിരിക്കാനാ ഞാൻ പിന്നെയും ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു പാകപ്പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന്. മാഡം, മാഡത്തിനെ എന്ത് പറഞ്ഞാണ് എന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. സൗഹൃദത്തിന് ഒരുപാട് വില കൽപ്പിക്കുന്ന ആളായിപ്പോയി ഞാൻ. എന്നുവെച്ച് എന്റെ ജോലിയെ ബാധിക്കുന്ന രീതിയിൽ യാതൊന്നും ഞാൻ ചെയ്യില്ല മാഡം. എന്റെ കൈകള് തീർത്തും പരിശുദ്ധമാണ് മാഡം. ശരി, സമ്മതിച്ചു. പിന്നെ ജോൺ അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അനു, ആ ഫയലിംഗ് തരൂ. ഫയല് നഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ ഈ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോവാതിരിക്കില്ല. കാരണം അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ എന്റെ കൈവശമുണ്ടായിരുന്നു. അതാണ് ഇത്. നമ്മൾ രണ്ടുപേരും ഒരേ പാഠങ്ങളാണ് പഠിച്ചതെങ്കിലും വർക്ക് ചെയ്യുന്ന ബ്രെയിൻ രണ്ടല്ലേ ജോണേ? അതിന്റെ വ്യത്യാസം കാണാതിരിക്കില്ലല്ലോ.
അപ്പൊ പിന്നെ ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവെന്ന് മഹേന്ദ്രനോടൊന്ന് പറഞ്ഞേക്ക്. സൗഹൃദത്തിന് ഒരുപാട് വില കൽപ്പിക്കുന്ന ആളല്ലേ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിലും ജോൺ അത് പറയൂന്ന് എനിക്കറിയാം. അല്ല മാഡം, അതിപ്പോ ജോണിന് പോവാം. മാഡം, ഇങ്ങനൊരു പിടിവള്ളി ഉള്ളതൊന്നും ആ മഹേന്ദ്രനൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. അവരവിടെ സ്വന്തം ഭൂമിയാണെന്ന് ഓർപ്പിക്കാൻ വേണ്ടി ആ സ്ഥലമൊക്കെ കെട്ടിമറിച്ച് പണി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മച്ചമ്പി, എല്ലാം ഓക്കെയാണ്. ഇനി ഒരു ഈച്ച പോലും ഇതിനകത്തേക്ക് കടക്കരുത്. എല്ലാ സമയത്തും നിങ്ങളുടെ ഒരു കണ്ണ് വേണം. അത് ഞങ്ങൾ ഏറ്റു. നമുക്ക് നോക്കാം. ഇതിപ്പോ മഹേന്ദ്രന്റെ കഥകളിൽ എത്തും. അത്രയ്ക്ക് കൂറ ജോണിന് മഹേന്ദ്രനോടുള്ളത്. എത്തണം, എങ്കിലേ കളി കാര്യമാവൂ. സത്യ നീ പറ. നീ പറ. ഞാൻ പറയില്ല. നീ പറ. പപ്പി പറ. നീ പറഞ്ഞു മതി. എന്താണ് രണ്ടുപേരും കൂടിയിട്ട് കഥകളി ആടണേ? ഏയ്, ഞങ്ങളൊന്നും പറഞ്ഞില്ല. നീ പറ പപ്പി. നീ പറ. രണ്ടുപേർക്ക് എന്തോ പറയാണ്ടല്ലോ. ഡേ സത്യഭാമേ, പറയടി. നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ. പ്ലാൻ പറ അച്ഛനോട്. വിഷ്ണു അതെ. വാ പോരട്ടെ, പറഞ്ഞോടെങ്കോ. ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ സമയം 8:10. അതേന്ന് വിഷ്ണു എന്ത് മനസ്സിലായി? 8:10 തന്നെ. അതെന്ത് മനസ്സിലാക്കാൻ? ഈ അച്ഛന്റെ ഒരു കാര്യം. ഞങ്ങൾക്ക് ബെല്ല് എത്ര മണിക്കാ അടിക്കുന്നേ? ഏയ്, അത് 9 മണിക്കല്ലേ? 9-നല്ല, 9:15. ഓ ശരി, സമ്മതിച്ചു. അത്ര നേരം ഞങ്ങൾ ഇവിടെ പോയി വെറുതെ ഇരിക്കണ്ടേ? അതിനെന്താ, അവിടെ ചെന്നിട്ട് വല്ല ഹോംവർക്ക് ചെയ്യണോ രണ്ടെണ്ണം കൂടിയിട്ട്? ഹോംവർക്ക് ഒക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ടാ വന്നത്. അതല്ലേ അതിന് ഹോംവർക്ക് എന്ന് പറയുന്നത്. ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അല്ലേ. അല്ല, മക്കൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ അത് പറ.